നമസ്കാരം. വളരെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ ജ്യോതിഷത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നാം ഏവരും മുന്നോട്ട് പോകുന്നത്. ജ്യോതിഷത്തിൽ സംഭവിച്ചിരിക്കുന്നതായ ഈ അത്ഭുത യോഗത്താൽ ജനുവരി മാസത്തിലെ ആദ്യത്തെ 7 ദിവസങ്ങൾ ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് അത് ഭാഗ്യാനുഭവമായി മാറും. ഈശ്വരൻ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുവദിച്ചു തന്നിരിക്കുന്ന, അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ പ്രകടമാകുന്ന സമയം കൂടിയാകുന്നു. എന്നാൽ ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായും സംഭവിക്കാം. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരാൻ ചെയ്യേണ്ടതായ ആ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഈശ്വരൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി പ്രവർത്തിക്കുന്ന 7 ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. ഈ 7 ദിവസങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇവരിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. മഹാലക്ഷ്മി ദേവിയുടെയും നാരായണന്റെയും അഥവാ ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹമാണ് ഈ 7 ദിവസങ്ങൾ ഈ നാളുകാരെ കാത്തിരിക്കുന്നത്. അതിവർക്ക് പല വിധത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാവുന്നതുമാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്നും ഈ ദിവസം പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഭാഗ്യം നഷ്ടമാകുന്നതിന് കാരണമായി തീരുകയും ചെയ്യാം. ആ വിശേഷപ്പെട്ടതായ കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ രാശി ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ 3 നക്ഷത്രക്കാർ. ആത്മവിശ്വാസം ഇവർക്ക് കുറയാത്തതായ ദിവസങ്ങളാണ് മുൻപിലുള്ളത്. പല കാര്യങ്ങളിലും ഭാഗ്യം ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ പിന്നീട് ഈ ദിവസങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്ന സാഹചര്യങ്ങളായിരിക്കും വന്നു ചേരുക. അത്തരത്തിൽ പല അനുഭവങ്ങളും ഈ 7 ദിവസങ്ങളിൽ പ്രധാനമായും സംഭവിക്കാം. എന്നാൽ അലസരാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. ചില കാര്യങ്ങളിൽ അലസത നിങ്ങളെ ബാധിക്കാം. അത് നിങ്ങൾക്ക് തൊഴിൽപരമായും ബിസിനസ് പരമായും ചെയ്യേണ്ടതായ കാര്യങ്ങൾ കൃത്യസമയം ചെയ്യാതിരിക്കുന്നതിനും കാരണമായി തീരുന്നതുമാണ്. പുതിയ ചില ആശയങ്ങൾ ഈ സമയം മനസ്സിൽ ഉടലെടുക്കാവുന്നതാണ്. ചില കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന ചിന്തയ്ക്ക് മാറ്റം സംഭവിക്കാവുന്ന ദിവസങ്ങളാണ് മുൻപിലുള്ളത്. ചില കാര്യങ്ങൾ അവസാനിപ്പിക്കണം, ചില കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുന്നു എന്ന ചിന്ത നിങ്ങളിലേക്ക് കടന്ന് വരാവുന്നതാണ്. പല കാര്യങ്ങളും കൃത്യമായി തന്നെ തീരുമാനിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും. മുൻപ് ദുഷ്കരമായിരുന്ന ഇത്തരം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി ഇവർക്ക് വന്ന് ഭവിക്കാം. കൂടാതെ ഈ സമയം ശത്രുക്കളെ സൃഷ്ടിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വാക്കുകളാലും പ്രവൃത്തികളാലും അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം ആരോഗ്യപരമായ ചില കാര്യങ്ങൾ അല്പമൊന്ന് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം ആരോഗ്യ കാര്യങ്ങളിൽ പൂർണ്ണമായ ഒരു പിന്തുണ നിങ്ങൾക്ക് പല വ്യക്തികളിൽ നിന്നും ലഭിക്കാം, വേണ്ടപ്പെട്ടവരിൽ നിന്നും ലഭിക്കാം. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, ചോതി, വിശാഖം എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില തെറ്റായ തീരുമാനങ്ങൾ ഈ 7 ദിവസം നിങ്ങളെ എടുപ്പിക്കുവാൻ പലരും പ്രേരണകൾ നൽകി എന്ന് വരാം. എന്നാൽ അത് പൂർണ്ണമായും മനസ്സിലാക്കി നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്.
പല കാര്യങ്ങളിലും വാഗ്ദാന ലംഘനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. അത് നിങ്ങൾക്ക് വിഷമങ്ങൾ നൽകാവുന്നതുമാണ്. എന്നാൽ പ്രണയികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. കുടുംബ ജീവിതത്തിൽ ക്ഷേമപൂർണമായ അവസ്ഥകൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പലരിൽ നിന്നും പലവിധ സഹായങ്ങൾ ഈ സമയം നിങ്ങൾക്ക് പല വ്യക്തികൾക്കും എത്തിച്ചു നൽകുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ സഹായം കൃത്യമായ സമയത്ത് നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ഈ സമയം സാധിച്ചു എന്ന് വരാം. ഈ സമയം ചില തർക്കങ്ങൾ ഉടലെടുക്കുവാനും അത് കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുവാനും അല്ലെങ്കിൽ സഹപ്രവർത്തകർ, വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. എന്നാൽ അത് താൽക്കാലികം മാത്രമാകുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ആ കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിർഭാഗ്യം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്നു. 7 ദിവസങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്കുള്ള തുടക്കമായി തീരും. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം പല കാര്യങ്ങളിലും വ്യക്തമായ ഒരു മാറ്റങ്ങൾ സംഭവിക്കാവുന്ന ദിവസമാണ്. അതായത് ഈ ദിവസങ്ങൾ, ഈ 7 ദിവസങ്ങൾ വളരെ അനുകൂലമായി തീരാം. പ്രധാനമായും ഇവരുടെ ചിന്തകൾ കൂടുതൽ അനുകൂലമായി തീരാം. തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള സാധ്യത ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തണം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആ വ്യക്തികളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. സഹായങ്ങളും അപ്രകാരം നൽകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം കാര്യ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പ്രോത്സാഹനങ്ങൾ ലഭിക്കാത്തതായ അവസ്ഥ, പരിശ്രമങ്ങൾക്ക് ശരിയായ ഫലം ലഭിക്കാത്തതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അവിടെ മാറ്റങ്ങൾ സംഭവിക്കാം. ആത്മവിശ്വാസത്തെ ബാധിക്കുന്നതായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ ചില വ്യക്തികൾ ഉപദേശിച്ച് നൽകുവാൻ, അതും ഒരു പോംവഴി ഉപദേശിച്ച് നൽകുവാൻ സാധ്യത കൂടുതലാകുന്നു. ചില യാത്രകൾ ഈ ദിവസം കൂടുതലായും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് താൽക്കാലികമായ ആവശ്യത്തിനുള്ള വീട് പോലും ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ചുറ്റുപാടും പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചുറ്റുപാടുമുള്ള വ്യക്തികളിൽ നിന്നും പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മുൻപിലുള്ളത്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ അനുകൂലം തന്നെയാണ് സമയം. എന്നിരുന്നാലും ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് ആരോഗ്യപരമായ കാര്യങ്ങൾ തന്നെയാണ്. ആ കാര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് തന്നെ പോവുക. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന 7 ദിവസങ്ങൾ വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്ന സമയമാണ്. ഈ സമയം പല പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പണം ആവശ്യമുള്ള സമയം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കണം എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനിവാര്യവുമാണ്. അതിനാൽ വിഷമങ്ങൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും ആശ്വാസം ലഭിക്കുന്ന 7 ദിവസങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. ഈ സമയം തീർച്ചയായും അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സംശയം തോന്നും എന്നത് സ്വാഭാവികം തന്നെയാണ്. അത്തരം സംശയങ്ങളെ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രതികൂലമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ്. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ സാധിക്കും. വിവാദങ്ങളോട് അകലം പാലിക്കുന്നതാണ് ഈ സമയം ഏറ്റവും ഉത്തമം. ആ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം ചില വ്യക്തികളുടെ പിന്തുണ നിങ്ങൾക്ക് അത് കുടുംബത്തിൻ്റെയും ആകാം. അത് നിങ്ങൾക്ക് തീർച്ചയായും സന്തോഷം നൽകുന്ന സാഹചര്യങ്ങളാണ് നൽകുക.
ആദായം പ്രതീക്ഷിക്കാവുന്നതായ സമയം. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുക, അതേപോലെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഗുണകരമായ മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. കൂടാതെ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ ഒളിച്ചോടില്ല എന്നത് വാസ്തവമാണ്. പല അവസരങ്ങളിലും അത് മറ്റുള്ളവർക്കും ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എങ്കിലും ചില അവസരങ്ങളിൽ ധൈര്യം, ആത്മവിശ്വാസം ചോരുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം വന്നു ചേരും. കുടുംബാംഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഈ സമയം നൽകുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതാണ്. വിദേശത്തുള്ളവർക്ക് സമ്മർദ്ദങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സ്വാശ്രയമായ പരിശ്രമങ്ങളിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഈ സമയം ആത്മീകമായ സാധനകളോട് കൂടുതൽ താല്പര്യം പുലർത്തുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണ് രൂപപ്പെടുക. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുവാനും സാധിക്കും. ഈ 7 ദിവസങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്.